സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫല്ല, ശരിക്കും ഒരു ഡേ ഇൻ അവർ ലൈഫ് എന്ന് തന്നെ പറയാം. ഞങ്ങൾ ഇത്ര നാൾ എങ്ങനെ കോളേജിൽ പോയി വന്നു, ഈ 4 കൊല്ലം ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, പിന്നെ നോർമൽ ഡേ എങ്ങനെയാണ്, ഫുഡ് കാര്യങ്ങൾ, ഹോസ്റ്റൽ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കാരണം ഇനി ഇങ്ങനെ ഒരു നോർമൽ ഡേ ഇല്ല. ഇത് ലാസ്റ്റ് ഡേ ഓഫ് കോളേജാണ്. ശരിക്കും ലാസ്റ്റ് ഡേ അല്ല, നാളെ ഞങ്ങൾ കോളേജിൽ പോകുന്നുണ്ട്. പക്ഷേ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയ വീഡിയോസ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് മെമ്മറി ആവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കിന്ന് കോളേജിൽ പോവാം, കോളേജിൻ്റെ വീഡിയോസൊക്കെ കാണിക്കാം, ഹോസ്റ്റലിൽ ഫുഡും കാണിക്കാം, ഹോസ്റ്റൽ റൂംസും കാണിക്കാം. അപ്പോൾ ഒന്ന് എല്ലാവരും പരിചയപ്പെടുകയൊക്കെ ചെയ്യാം കോളേജിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ കോളേജിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ ഒരുക്കത്തിലും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നമുക്ക് അവർ കാണിക്കാം. സോ ദിസ് ഈസ് ബിന്ദ്യത്തി ആയിട്ട് പേര്. പിന്നെ സ്നേഹ, ഇത് ചിന്നു, ഇത് രഞ്ജു. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ പുറകിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഇവരെല്ലാവരും ഉണ്ട്. നമ്മുടെ ക്യാമറമാനൊക്കെ ഇവരെല്ലാവരുമാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണത് ഇവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ 5 പേരാണ് കേട്ടോ ഈ റൂമിൽ. പിന്നെ നമ്മുടെ കൂടെ അന്നു ഉണ്ട്. അവളിപ്പോൾ റെഡിയായി, ഇപ്പോൾ പോവാന്ന് പറഞ്ഞ് വിളിച്ച് വരും. അപ്പോൾ നമുക്ക് അവളെ കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് ഗോ ടു കോളേജ്. ബൈ. സോ ദിസ് ഈസ് അവർ അന്നു ഫിഫി. ഹായ്. പോവല്ലേ? ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ക്യാൻറ്റീനിലേക്കാണ് കേട്ടോ. രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ചായക്ക് വെള്ളയപ്പവും മസാലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഉപ്പുമാവുണ്ട്, ദോശയുണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇനി എല്ലാവരും ഇങ്ങനെ കഴിക്കട്ടെ. നമുക്കിനി കോളേജിൽ പോകുമ്പോഴേക്ക് കാണാം. ആ നായ്ക്കുട്ടി ഉണ്ടല്ലോ, നമ്മൾ വേറെ ഹോസ്റ്റലിലായിരുന്നപ്പോൾ എന്നും വൈകുന്നേരം ബിസ്ക്കറ്റും ഞങ്ങൾക്ക് കിട്ടുന്ന ഫുഡും ഒക്കെ കൊടുത്ത് വളർത്തി ഉണ്ടാക്കിയതാ. എന്നിട്ടോ അതിപ്പോൾ കണ്ട മൈൻഡ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാനാ? ആരെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടാവും. ഇപ്പം അതിന് കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം 7:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ പോവാം. ഇച്ചിരി ലേറ്റായി. നമുക്ക് വേഗം ഓടി ക്ലാസ്സിൽ പോകാം. എന്നിട്ട് ഇനി കോളേജിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എത്ര പേരുണ്ടാവും കോളേജിലെന്നൊന്നും അറിയത്തില്ല. ലെറ്റ്സ് സീ. ഇത് അശ്വതിയാണേ. നമ്മളെല്ലാവരും ലിഫ്റ്റിലുണ്ട് കേട്ടോ. കോളേജിൻ്റെ ലിഫ്റ്റാണ്. നമ്മൾ ക്ലാസ്സിക്ക് പോവാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഗൈസ്, ക്ലാസ്സിൽ ആരും വന്നിട്ടില്ല. ആകെ ഉള്ളത് തീർച്ചയാണ്. ശരിക്കും ഞങ്ങളുടെ ക്ലാസ്സിൽ 48 പേരുണ്ടെങ്കിലും ഇപ്പം ഞങ്ങൾ ഒരു 10-12 പേരിൽ അങ്ങോട്ട് ഒതുങ്ങാണ്. ബ്രേക്കിന് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ കോളേജിൽ തന്നെ ഇപ്പോൾ ചെറിയൊരു ക്യാൻറ്റീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ദിവസവും 10 മണിക്ക് ഇവിടെ നിന്നൊരു ചായ എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് കഴിക്കും കേട്ടോ. കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു തിരക്ക്. ഇപ്പം എല്ലാം കഴിഞ്ഞ് ശാന്തമായി.
ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ക്ലാസ്സിൽ വളരെ കുറച്ച് കുട്ടികളുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഇപ്പോൾ സ്റ്റഡി ലീവ് തുടങ്ങാം. അപ്പം ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞ് എല്ലാവരും നാളെ പോകും. പിന്നെ അധികം സ്റ്റുഡൻസ് ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ ഒരു വൈബില്ല കേട്ടോ. ഇത്രയും നാളും ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 48 കുട്ടികളുണ്ട് ക്ലാസ്സിൽ. ഇന്നിപ്പോൾ വെറും 12 കുട്ടികളാണ് ക്ലാസ്സിൽ വന്നേക്കണം. വേറെ കാര്യങ്ങളൊന്നുമില്ല, റിവിഷൻ മാത്രം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി തിരിച്ചു വരണം. കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ സൈൻ മേടിക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും നാട്ടിലൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു, അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് നമ്മുടെ പഴയ ഹോസ്റ്റൽ. നമ്മൾ നേരത്തെ നിന്നുകൊണ്ടിരുന്ന കേട്ടോ. അതിൻ്റെ അകത്ത് ഏറ്റവും മുകളിലത്തെ നിലയിൽ ഈ റൂമായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് വേറെ കുട്ടികളുടെ റൂമാണ്, പക്ഷെ എന്നാലും നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണല്ലോ. നല്ല വ്യൂ ഒക്കെയാണ് കേട്ടോ നമ്മുടെ കോളേജിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കോളേജിലേക്ക് പോവാണ് കേട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ 2 മണിയായി. അപ്പോൾ ഇനി കോളേജിൽ പോകണം. ഉച്ചയ്ക്ക് എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നഴ്സിങ്ങിനെ പറ്റി അറിയാവുന്ന ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, ഒരുപാട് എഴുതാനുണ്ട് ഈ കോഴ്സിൽ നിന്ന്. അപ്പോൾ ഇതാ ലാസ്റ്റ് ഞങ്ങളുടെ ഫയൽ ഞങ്ങളിപ്പോൾ വയ്ക്കാൻ പോവാണ് കേട്ടോ. താങ്ക് യു. വളരെയധികം വിഷമമുണ്ട് നമുക്കിന്ന്. കാരണം എന്താ വെച്ചാൽ ഇനി നമുക്കൊരു ഇതുപോലൊരു ക്ലാസ് ഇല്ല. വളരെ സങ്കടത്തോടെയാണ് എനിക്ക് പറയുന്നത്. പവിത്രക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് നല്ല വിഷമമുണ്ട്. നമ്മുടെ സ്റ്റുഡൻറ് ലൈഫ് തീർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ക്ലാസ് ഇല്ല, ഇനി നമുക്ക് കോളേജില്ല, കോളേജേ ഇല്ല. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് വന്നു കേട്ടോ ചായ കുടിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോണേ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡനിൽ വന്നേക്കോട്ടെ. നമ്മുടെ ക്യാമ്പസിൽ തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചെടികളൊക്കെ വളരെ കുറഞ്ഞു കേട്ടോ, എന്താണെന്ന് അറിയില്ല. അപ്പം ഒരുപാട് ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ പൂവായതുകൊണ്ട് തന്നെ എല്ലായിടവും വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, ഒന്ന് വന്ന് ഇരുന്നിട്ടൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ സംഭവിച്ചു. ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പോകാൻ നേരമായപ്പോൾ എന്തോ ചെറിയ എവിടേക്കോ എന്തൊക്കെയോ കളഞ്ഞിട്ട് പോണ പോലെ തന്നെ ഉണ്ട്. പിന്നെ ഹോസ്റ്റലിൽ റൂം, ഇപ്പോൾ നാളെ എല്ലാവരും പോവും. പിന്നെ സ്റ്റഡി ലീവാണ്. പിന്നെ നമ്മുടെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ലൈഫ് മുന്നോട്ട് പോകണം. അതിൻ്റെ കൂട്ടത്തിൽ ഇനി ആരൊക്കെ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും ഇവിടെ കുറച്ച് നാളുണ്ടാവും കേട്ടോ. നമ്മളിവിടെ ഹോസ്റ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ പുറത്ത് റൂമിൽ നമ്മളെന്തായാലും കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ എന്തായാലും ഇവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാനാണ് കേട്ടോ കൂടുതലും ചാൻസ്. നമ്മൾ പുറത്ത് റൂമും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ സ്റ്റഡീസാണ് ഫുള്ള്. അപ്പം ലോങ് വീഡിയോസൊക്കെ കുറവായിരിക്കും. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ കോളേജിലെ വിശേഷങ്ങളൊക്കെ അത്രയാണ്. ഇന്നിപ്പോൾ കോളേജിൽ വളരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റഡി ലീവിന് പോയി. പിന്നെ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ക്ലാസ്സിൽ വന്നത്. പിന്നെ ഹോസ്റ്റലേഴ്സാണ് കൂടുതലും ക്ലാസ്സിൽ വന്നത്. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് നടക്കാനൊക്കെ വേണ്ടി പോയതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ ഇതിപ്പോൾ തീരുന്നില്ല കേട്ടോ വീഡിയോ. കാരണം ഹോസ്റ്റലിൽ ചെന്നിട്ട് കാണിക്കാം. കുറച്ച് മെസ്സിയാണ്. നമുക്കത് റെഡി ആക്കിയിട്ട് നമുക്കത് കാണിക്കാം. പിന്നെ ഇനിയിപ്പോൾ നാളെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഇനി കുറച്ച് നാളത്തേക്ക് വീട്ടിലെ വീഡിയോസൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.
ഗൈസ് നമ്മുടെ ലക്ഷ്യം. ഇതിനെ നമ്മളിന്ന് പറിക്കും. അത് പഴുത്തുള്ളൂ. അല്ലല്ല അതിൻ്റെ അപ്പുറം. എവിടെയോ പോയി. പറിച്ച സാധനം പോയി. കിട്ടി ഗൈസ്, എങ്ങനെ കിട്ടിയിരിക്കുന്ന ഗൈസ്? മൊത്തം ചോനയായി. നമ്മൾ കുത്തി കുത്തി പഴുത്തൂന്നാണ്. പഴുത്തില്ല അല്ലേ? നമുക്ക് ഉപ്പും കൂട്ടി കഴിക്കാം. ഉപ്പും കൂട്ടി കഴിക്കാം. കൂട്ടി നമ്മൾ കഴിക്കും. മിഷൻ അക്കംപ്ലിഷ്ഡ്. ഇന്നത്തെ ഇതും കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കും? ദൈവമേ, കപ്പലില്ല. വിളിക്കട്ടെ? മോനി മോനി അനിഷ്മ അബി ബോരിഷ അവര് ആരേലും ഇങ്ങോട്ട് വാ. ഹലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയത് ഹോസ്റ്റലിൻ്റെ ബാക്കിലുള്ളൊരു വഴി കൂടെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഹോസ്റ്റലിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഡിന്നർ ടൈം ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡൊക്കെ എന്താണെന്ന് നോക്കാവേ. ഇതിവിടുത്തെ പാസ്തയാണ്. തല്ല് പിടിച്ച് വാങ്ങിയ പാസ്ത. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇത് ഞങ്ങൾ ശരിക്കും തിന്നുന്ന ഈ ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് കഴിക്കും. ഒരു കറി മാതിരി. അത്രയ്ക്ക് മസാല ഉണ്ട്. ഞാൻ കുളിച്ചതാ. ഇവള് രാവിലെ കുളിച്ചതാ 5:30 ആയപ്പോ അല്ലേ? 4:45 അത് ഞങ്ങളെ റൂമിലെ വൃത്തി കൂടിയ കുട്ടി. അതുകൊണ്ടാ ഈ റൂം ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നണ്ട. ഇത് ഞങ്ങള് എന്നും ഇങ്ങനെ തന്നെ. പക്ഷെ വൃത്തിയില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഇത് കുറച്ച് കാര്യങ്ങൾ എടുത്തു വയ്ക്കാനും പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ പോണ കാരണം കൊണ്ടുള്ള ഒരു ബഹളമാണ്. ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബഹളമാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ നാളെ എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പഠിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളിങ്ങനെ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കണോണ്ടൊന്നും നിങ്ങൾക്കൊന്നും തോന്നണ്ട. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ഥലമല്ലേ, പിന്നെ എന്താ പ്രശ്നം? പിന്നെ ഈ റൂം കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇതാണ് ഇപ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥ. പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ പാകത്തിനൊന്നുമില്ല. ഞങ്ങൾക്ക് ഫെയർവെൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു ഡാൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ ടീമിനെ ഓരോരോ ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റാൻഡമൈസ്ഡ് സെലക്ഷൻ നടത്തുവാണ് കേട്ടോ. സത്യം എന്തിന്റെ ബേസിസിലാണ് ടീം ഇട്ടെന്ന് പറയാം? കളറ് തീരുമാനം. നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് നമ്മൾ കളറാണ് നമ്മുടെ ടീം. ബെഞ്ച് ബ്ലാക്ക് കൊണ്ടുണ്ട്, പവി പർപ്പിള്, സ്നേഹ വയലറ്റ്, മോന് ബ്ലൂ, അനിഷ്മ ചാളകപ്പച്ച, ചിന്നു യെല്ലോ, ബ്രൗൺ പറഞ്ഞിട്ടുണ്ട് അനിഷ്മ. പിന്നെ അബി ലാവൻഡർ, പിന്നെ വൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഹിമജ മെറൂണ്. നമ്മുടെ കളേഴ്സ് ഇത്രയാണ് നമ്മുടെ കളേഴ്സ്. അവരാരെ സെലക്ട് ചെയ്ത് നമുക്ക് നോക്കാവേ.
ഞങ്ങളുടെ ടീമിന്റെ പേര് ലീഡർ 1 2 3 സെറ്റ് ടീം അശ്ശടാ ഗൈസ് ആ ടീം എന്റേതാണ്, പേരില്ലാത്ത ടീം. ചിന്നു അപ്പോൾ ഒരു വിധത്തിൽ ഞങ്ങൾ ടീമൊക്കെ സെറ്റ് ചെയ്ത് ഫെയർവെല്ലിനുള്ള ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഫെയർവെല്ലിൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാവേ. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഒരു കോളേജ് ഡേ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇപ്പം പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പുറത്തെ റൂമിലൊക്കെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അപ്പുറത്തെ റൂമിൽ വന്നിരുന്ന് ഒന്ന് ഔട്ട്ഡോർ എടുത്തിട്ട് ഇതൊന്ന് തീർക്കാമെന്ന്. അല്ലെങ്കിൽ ഇതിപ്പോൾ തീരില്ല, ഇപ്പോൾ ഓൾറെഡി 11 മണിയൊക്കെ കഴിഞ്ഞു. ഈ ഫെയർവെല്ലിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ കാണിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.